Hello students, it's me Regin. In today's session we are going to start a new chapter. Okay, നമ്മുടെ കെമിസ്ട്രിയിലുള്ള പുതിയൊരു ചാപ്റ്റർ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വേറൊന്നുമില്ല, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് തുടങ്ങുന്ന ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആറ്റംസിനെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് ചെറിയ ക്ലാസ് മുതലേ കേട്ടിട്ടുള്ളതാണ്. ഓൾ ദീസ് ടു ടേംസ് ആർ ഫെമിലിയർ ടു യു അല്ലേ? അപ്പോൾ എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ? അപ്പോൾ അവയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ. ഓക്കെ, ഹിയർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ ബീങ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. സോ വാട്ട് ആർ ആറ്റംസ്, വാട്ട് ആർ മോളിക്യൂൾസ്? ആൻസേഴ്സ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദിസ് ലെസൺ. ഓക്കെ, സോ നമ്മുടെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഓക്കെ, പാർട്ട് 1. ഇറ്റ് ഈസ് പാർട്ട് 1 of our chapter. Okay, so let me begin with the term chemistry. So what is chemistry? എന്താ കെമിസ്ട്രി എന്ന് വെച്ചാൽ? നമുക്കറിയാം, കെമിസ്ട്രി എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 8ാം ക്ലാസ് മുതലൊക്കെയാണ് കെമിസ്ട്രി എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയതൊക്കെ എനിക്ക് തോന്നുന്നു 8th സ്റ്റാൻഡേർഡ് മുതലായിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കെമിസ്ട്രി എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, എന്താണ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ മറുപടി പറയാൻ പറ്റുക? യെസ്, കെമിസ്ട്രി മീൻസ് വി വിൽ സേ വാട്ട്? സ്റ്റഡി ഓഫ് കെമിക്കൽസ് അല്ലേ? കെമിക്കൽസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, കെമിക്കൽസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ്. വി ആർ ഡീലിംഗ് with chemicals and several type of chemical reactions in the subject chemistry. Okay, so എന്താണ് ഒരു കെമിക്കൽ, എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ, അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? സോ വാട്ട് ഈസ് കെമിക്കൽ? നമ്മളോട് ചോദിക്കുകയാണ് കെമിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, ഐ ആം ഷുവർ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് കെമിക്കൽ, ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് കൊറോസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ബേണിങ്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി, ഒരു നെഗറ്റീവ് ഇമേജാണ് ഒരു കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരിക. ശരിയല്ലേ? നെഗറ്റീവ് ഇമേജാണ്. പൊതുവെ കെമിക്കൽ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതെല്ലാം ഇതുപോലെ നെഗറ്റീവ് ഇമേജ് തരുന്ന രീതിയിലായിരിക്കും. ശരിയല്ലേ? അറ്റ് ദ സെയിം ടൈം നമുക്ക് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രം അല്ല. ഓക്കെ, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വാട്ടർ അല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? വി ആർ സേഫ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഓൾ ദീസ് ആർ കെമിക്കൽസ്. ഓക്കെ, ബിക്കോസ് ഐ വിൽ സേ ഓൾ ദീസ് ആർ കെമിക്കൽസ്. ഒരു കെമിസ്ട്രിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കെമിസ്ട്രി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൾ ദീസ് ആർ കെമിക്കൽസ്. ഓക്കെ, അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന നമ്മുടെ എയർ, എന്തെല്ലാം കെമിക്കൽസ് അതിലുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് അവർ ലൈഫ്. ഓക്കെ, കെമിക്കലാണ്, ഒരു സംശയം വേണ്ട. അതുപോലെ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ്, വി നോ വി ആർ നോട്ട് യൂസിങ് കാർബൺ ഡയോക്സൈഡ്, ബട്ട് ദർ ഈസ് വൺ കമ്പോണൻറ്റ് ഇൻ അവർ എൻവയോൺമെൻറ്റ് which are using or which are loving this carbon dioxide a lot. I think നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേര് വന്ന് കാണാം അല്ലേ? ആരാ? യെസ്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് തന്നെയാണ്. കറക്റ്റാണ്. സോ നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാർബൺ ഡയോക്സൈഡ്. ഫോർ വാട്ട് പർപ്പസ് ദേ നീഡ് കാർബൺ ഡയോക്സൈഡ്? യെസ്, ദേ നീഡ് കാർബൺ ഡയോക്സൈഡ്. നമുക്ക് ചോറ് വയ്ക്കണമെങ്കിൽ അരിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതേസമയം പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഇൻ ഓർഡർ ടു മേക്ക് ദെയർ ഫുഡ് മെറ്റീരിയൽസ് ദേ നീഡ് കാർബൺ ഡയോക്സൈഡ്, നോ ഡൗട്ട്. സോ ഈ കാർബൺ ഡയോക്സൈഡും ഒരു കെമിക്കലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആസിഡുകൾ കെമിക്കൽസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് കെമിക്കലാണ്. ഓക്കെ, ഒരുപാട് കെമിക്കൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് പൗഡർ, എന്തെല്ലാം കെമിക്കൽസ് ഉണ്ട്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായ ധാരാളം കെമിക്കൽസ് ഉണ്ട്. സോ ഇൻ കെമിസ്ട്രി വി ആർ മെയിൻലി ഡീലിംഗ് വിത്ത് കെമിക്കൽസ്. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ ചോറിനെ കുറിച്ചല്ലല്ലോ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കെമിസ്ട്രി ചാപ്റ്ററിൽ ചോറ് വെക്കുന്നത് എങ്ങനെയെന്നോ, അരി എങ്ങനെ വെന്ത് ചോറാകുന്നുവെന്നോ ഒന്നും നമ്മൾ പഠിക്കാറില്ല. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനെ കുറിച്ച് ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസുകളെ കുറിച്ച് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് ചോറ് എന്നൊക്കെ പറയുന്നത് കെമിക്കലാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഓർക്കുക, ഈ ചോറ് എന്ന് പറയുന്ന സാധനം പഞ്ചസാര, ഷുഗർ, ഇവയെല്ലാം തന്നെയും കെമിക്കൽസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ആണ് ദീസ് ആർ കെമിക്കൽസ് എന്ന് നമ്മൾ പറയുന്നത്? ബിക്കോസ് ദീസ് ആർ ഫോംഡ് ബൈ ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ സബ്സ്റ്റൻസുകളും
ഇപ്പോൾ നമ്മൾ ഈവൻ ഈ ഒരു സ്റ്റൈലസ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റൈലസ് എന്ന് പറയാം, പേന ഇതിലെഴുതുന്ന. ഓക്കെ, അപ്പോൾ ഇതുപോലും ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം ആറ്റംസ് കൊണ്ടാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊണ്ടാണ്. സോ ദിസ് ഈസ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കെമിക്കൽ. ഓക്കെ, അപ്പോൾ കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണം. ആറ്റംസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന എല്ലാറ്റിനെയും നമുക്ക് കെമിക്കൽ എന്ന് പൊതുവെ ഒരു ടേം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ കെമിക്കൽസ്. നൗ what are atoms and molecules and what is the relevance of the definition of chemistry in this chapter? അതായിരിക്കും നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കെമിക്കൽസ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആറ്റംസ്, ഈ പറയുന്ന ഓക്സിജൻ എന്ന് പറയുന്ന ആൾ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇതെല്ലാം കെമിക്കൽസാണ്. പക്ഷേ ഇവയെല്ലാം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ദീസ് ടു ആർ റിയാക്ടിങ് ഓർ കമ്പൈനിങ് ടുഗദർ ടു ഫോം വാട്ടർ. വാട്ടർ ഈസ് എ കെമിക്കൽ. How a chemical is being prepared or formed? ഓക്കെ, ഒരു കെമിക്കൽ ഉണ്ടാകുന്ന രീതി, അതായത് നമ്മൾ പൊതുവെ പറയുന്ന ഈ കെമിക്കൽ കോമ്പൗണ്ടുകളെല്ലാം. അപ്പോൾ എന്താണ് കോമ്പൗണ്ട്, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കും. സോ കെമിക്കൽസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നടക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് വിളിക്കാം, എന്തെന്ന് വിളിക്കാം? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. സോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ആറ്റത്തെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചും ഒന്നും പണ്ടുകാലം മുതലേ എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും അറിയില്ലായിരുന്നു. അവർക്ക് ചുറ്റും കാണുന്ന കെമിക്കൽസിനെ മാത്രമേ അറിയാവൂ. സോ ഈ നമ്മളൊരു സബ്സ്റ്റൻസ്, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് വന്നപ്പോൾ നമുക്കിന്നറിയാം വാട്ട് ആർ ആറ്റംസ്. ആറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ പറയും എന്താണെന്ന്, ആൻസർ എല്ലാം നിങ്ങൾ പറയും. അതിൽ മോളിക്യൂൾസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും, എനിക്കറിയാം അത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ബിഫോർ സെവറൽ സെഞ്ചുറീസ്, സയൻറ്റിസ്റ്റ് വെയർ നോട്ട് അവെയർ അബൌട്ട് വാട്ട് ആർ ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ്, അത് വേറെ ആരുമല്ല, ഒരു ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഡെമോക്രിറ്റസ്. ഓക്കെ, ലെറ്റ് മീ ഷോ യു. ഡെമോക്രിറ്റസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ലൂസിപ്പസ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു പ്രൊപ്പോസൽ നടത്തി. ദാറ്റ് മീൻസ് പ്രൊപ്പോസൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് അവർ രണ്ടും കൂടി ചേർന്നിട്ട് കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? അതായത് സപ്പോസ് ഒരു സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പെന്നിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ചോറെടുത്തു, നമ്മൾ കഴിക്കുന്ന ചോറ്, അതിനെ ഞാൻ ഡിവൈഡ് ചെയ്യണം, ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചോറ് എടുത്തതിന് ശേഷം ഒരു ബ്ലേഡ് കൊണ്ട് നമ്മളിങ്ങനെ പീസായി കട്ട് ചെയ്യുകയാണ്. ചോറിനെ തന്നെ കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചിന്തിച്ച് നോക്കണം. സോ അതിനെ കട്ട് ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളിലേക്ക് നമ്മൾ കൊണ്ടു ചെല്ലും. അവസാനം അതിനെ കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. ഓക്കെ, അത് തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇഫ് വി ആർ trying to divide matter continuously, we will reach a stage where no more division is possible. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഡെമോക്രിറ്റസ്. ഓക്കെ, അദ്ദേഹം ഒരു ഫിലോസഫറൊക്കെ ആയിരുന്നു കേട്ടോ. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ലൂസിപ്പസ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഡെമോക്രിറ്റസ് ഇവിടെ ഉണ്ട്. Okay, so if we go on dividing matter, a stage will come when further division is not possible. Any matter, not only ചോറ്. ഓക്കെ, നമ്മുടെ ചോറ് മാത്രമല്ല, ഏത് മാറ്റർ ആയാലും ശരി. നമ്മളൊരു പേപ്പർ എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, നിങ്ങൾ പറ, എന്തെടുക്കാം നമുക്ക്? അത് തന്നെ, നമ്മളൊരു പഞ്ചസാരയുടെ പീസ് എടുത്തു, അല്ലെങ്കിൽ നമുക്കൊരു സോഡിയം ക്ലോറൈഡിൻ്റെ ഉപ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം, അല്ലേ? അല്ലെങ്കിൽ വേറെ ഒന്നുകൂടി പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു എന്താ പറയുക, ഞാൻ ഈ വാച്ച് എടുത്തു, വാച്ചിൻ്റെ ലെതർ ഞാനിങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് പോയാൽ നമുക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ബ്ലേഡ് എന്ന് പറയുന്നതായിരിക്കും നമുക്കൊരു പക്ഷേ ഏറ്റവും വളരെ നൈസായിട്ട്, ഏറ്റവും നാരോ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൂൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലേഡ് ആയിരിക്കും. ശരിയല്ലേ? അല്ലാതെ ഒരു കോടാലിയൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു ചോറിനെ പീസാക്കാൻ പറ്റും. പീസാക്കാൻ പറ്റും, ഇങ്ങനെ വെച്ചാൽ തേച്ച് കൊടുത്താൽ മതി, അല്ലേ? അത് പല പീസായിട്ട് അങ്ങ് മാറും. അപ്പോൾ അതിൽ തന്നെ ഒരു ഏറ്റവും ചെറിയൊരു പീസുണ്ട്, നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു പീസ്. ഓക്കെ, അങ്ങനെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ചെല്ലുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ആര്? ഫിലോസഫറാണ് ആര്? ഡെമോക്രിറ്റസ് ആൻഡ് ലൂസിപ്പസ്. ഓക്കെ, ലൂസിപ്പസ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്, സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു പാർട്ടിക്കിൾ, അതിനെ അദ്ദേഹം ഇട്ട പേരാണ് ആറ്റം. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആ പേര് കൊടുത്തത് ആരാന്നറിയാമോ? ആരാ? അല്ലേ? അപ്പോൾ എനിക്കും അറിയില്ല. പക്ഷേ ആറ്റംസ് എന്ന് ഈ ഒരു പാർട്ടിക്കിളിനെ വിളിച്ചത് ആരാ? ഡെമോക്രിറ്റസ്. ഓക്കെ, മറന്നു പോകരുത്. ഡെമോക്രിറ്റസ് കോൾഡ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആസ് ആറ്റം. ഓക്കെ, ആറ്റം. അപ്പോൾ ആറ്റം എന്നുള്ള ആ ഒരു വേർഡ് വന്നിരിക്കുന്നത്
ഇൻഡിവിസിബിൾ എന്നുള്ള മീനിങ്ങോട് കൂടിയാ. ഓക്കെ, ഒരു ലാറ്റിൻ വേർഡാണ് ഇൻഡിവിസിബിൾ, വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ എന്നുള്ള രീതിയിലാണ് ആറ്റംസ് എന്നുള്ള അറ്റോമിയോ എന്നാണ് ആക്ച്വൽ വേർഡ്. ആറ്റം എന്നുള്ള ഒരു വേർഡ് വന്നിരിക്കുന്നത് സംതിങ് വിച്ച് ഈസ് ഇൻഡിവിസിബിൾ എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. സോ ഡെമോക്രിറ്റസ് പറഞ്ഞു വെച്ചു, വെൻ വി ആർ ഡിവൈഡിങ് എ സബ്സ്റ്റൻസ് കണ്ടിന്യൂസ്ലി വി വിൽ റീച്ച് എ പോർഷൻ ഓർ എ സബ്സ്റ്റൻസ് ഓർ എ പാർട്ടിക്കിൾ which is indivisible, which is not divided, cannot be divided further. ഓക്കെ, സോ ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് മറക്കാൻ പാടില്ല, ഡെമോക്രിറ്റസ്. ആറ്റം എന്നുള്ള പേരിട്ടു. പിന്നെ സയൻറ്റിസ്റ്റുകൾ ചിന്തയിലായി. ഒരുപാട് പേര് നമ്മൾ ഓർക്കുന്നതും പറയുന്നതും പറയാതെ പോകുന്നതുമായിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് സയൻറ്റിസ്റ്റുകൾ ഇതിന് പിന്നിലായിരുന്നു അവരുടെ റിസർച്ചുകളെല്ലാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര്, അപ്പോൾ നമ്മുടെ ഈ ഡെമോക്രിറ്റസ് പറഞ്ഞ ആ ഒരു ഐഡിയയൊക്കെ വെച്ചിട്ട് ചിന്തിച്ചപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ഒരു പ്രപ്പോസൽ നടത്തി. വീണ്ടും ഞാൻ പറയുവാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രപ്പോസൽ അല്ല. ഓക്കെ, ഇവിടെ അദ്ദേഹം കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിസർച്ചുകളുടെ ഫലമായിട്ട്. അതാരായിരുന്നു ആ സയൻറ്റിസ്റ്റ്? ആരായിരുന്നു? നിങ്ങൾക്ക് കാണാം, വേറെ ആരുമല്ല, ദറ്റ് വാസ് നൺ അതർ ദാൻ അവർ ജോൺ ഡാൾട്ടൺ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ചെറിയ ക്ലാസ്സിൽ 8th മറ്റോ ഒക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെയെങ്കിലും എന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ കെമിസ്ട്രിയിൽ തന്നെ കേട്ട് കാണുമായിരിക്കും അല്ലേ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നമ്മുടെ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിസ്റ്റാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ മേഖലയിൽ, അതായത് ആറ്റംസ് ഉണ്ടോ അല്ലെങ്കിൽ മാറ്റേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു പാർട്ടികൾ കിട്ടുമെന്നും അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ടുള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തന്നൊരു സയൻറ്റിസ്റ്റാണ് ആര്? ജോൺ ഡാൾട്ടൺ. മറക്കാൻ പാടില്ല. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി വിൽ ഡിസ്കസ് അബൌട്ട് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ലൈറ്റർ. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്, ലാവോസിയെ. അദ്ദേഹമാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് കെമിസ്ട്രി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ലാവോസിയെ കണ്ടിട്ടുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഓക്കെ, ലാവോസിയെ, അല്ലാതെ ഇവിടെ ഉണ്ട്. ഓക്കെ, ലാവോസിയെ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പോൾ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, എന്താണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്, എന്താണ്? ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. ആദ്യം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ ചോറിനെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്, ശരിയല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞു കെമിക്കൽസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ്, അവയെക്കുറിച്ചുള്ള പഠനമാണ് കെമിസ്ട്രി. സോ ഈ കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറ്, കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, കൂടാതെ ഗ്ലൂക്കോസ്, അതുപോലെ ഷുഗർ, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. പറഞ്ഞുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഒരുപാട് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരും, അത്രയ്ക്കുണ്ട്, മില്യൺസ്. ഓക്കെ, സോ അങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം ഉണ്ടായിരിക്കുന്നത് കെമിക്കൽ കോമ്പിനേഷൻ സിംപ്ലി വി ക്യാൻ സേ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇവിടെ കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പിനേഷൻ മീൻസ് കമ്പൈൻ ചെയ്യുക. 2 or different atoms or elements are combining. ഇപ്പോൾ എ ആൻഡ് ബി രണ്ടുപേര് കമ്പൈൻ ചെയ്തിട്ടാണ് എ ബി ആയിട്ട് മാറുക. ദറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ. അറ്റ് ദ സെയിം ടൈം ഇവിടെ സപ്പോസ് എ ബി എന്ന് പറയുന്ന ആൾ എയും ബിയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ദറ്റ് ഈസ് ഓൾസോ എ കെമിക്കൽ റിയാക്ഷൻ. It cannot be considered as combination. It can be decomposition. Okay, so chemical reactions 2 type ഉണ്ട്. ഏതൊക്കെയാ? കോമ്പിനേഷൻ റിയാക്ഷൻസും വരും, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും വരും. സോ ഹിയർ അതെല്ലാം വിട്ടേക്കുക. നമുക്ക് ലാവോസിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലാവോസിയെ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി. ഓക്കെ, ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ലോസ് റിഗാർഡിംഗ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ആവുന്നു, കാർബണും ഓക്സിജനും ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ആകുന്നു, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ആർ കമ്പൈനിങ് ടുഗദർ ടു ഗീവ് HCl. ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡ്. സോ ദീസ് ആർ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത്, ഈ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം, ഈ കോമ്പിനേഷൻ റിയാക്ഷൻസ് എല്ലാം അവയുടെ എലമെൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് നടക്കുകയല്ല ചെയ്യുന്നത്. ഓൾ ദീസ് റിയാക്ഷൻസ് ആർ ബേസ്ഡ് ഓൺ സം കെമിക്കൽ ലോസ് ഓഫ് കോമ്പിനേഷൻ എന്ന് നമുക്ക് പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. സോ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന
കോമ്പൗണ്ടുകളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ലോകൾ ഉപയോഗിച്ചിട്ടാണ്. ലോകളെ ഫോളോ ചെയ്തുകൊണ്ടാണ്. ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, ലോയിലൂടെ പറയുന്ന ചില ഐഡിയാസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെമിക്കൽസ് എല്ലാം എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്, റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചില ലോസ് ഓഫ് കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മാസ്? മാസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും മാസിനെ? ഹൗ ക്യാൻ യു ഡിഫൈൻ മാസ്? Mass can be simply amount of matter. അല്ലേ? മാസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എമൗണ്ട് ഓഫ് മാറ്റർ. അപ്പോൾ എന്താ മാറ്റർ? മാറ്റർ മീൻസ് സംതിങ് വിച്ച് ക്യാൻ ഓക്യുപ്പൈ സ്പേസ്, വിച്ച് ഹാസ് എ മാസ് എന്നൊക്കെ നമ്മൾ ഡെഫിനേഷൻസ് പറയാറുണ്ട്. സോ വാട്ട് ഈസ് മാസ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാസ് എന്നാണ് അതിൻ്റെ ചുരുക്കം. അതായത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അല്ലെങ്കിൽ പറയാം മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഹിയർ വി ആർ യൂസിങ് ദ ടേം മാസ് ഇൻസ്റ്റെഡ് ഓഫ് മാറ്റർ. ബോത്ത് ആർ ദ സെയിം. ഓക്കെ, മാറ്റർ കനോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ produced during a chemical reaction. That is what actually explaining law of conservation of mass. Okay, അപ്പോൾ എന്താണ് law of conservation of mass? ഞാൻ ഒന്നുകൂടി എഴുതാം. That is mass can neither be created nor ഇവിടെ ഉണ്ട് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ? ഡിസ്ട്രോയിഡ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ സെയിം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്താൽ, ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ, ദാറ്റ് ഈസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, സപ്പോസ് അപ്പോൾ എ ആൻഡ് ബി ആർ ടു റിയാക്ടൻസ്. ഓക്കെ, these two are reacting together to give the product AB. Okay, we know that A has a mass. A ക്ക് ഒരു മാസ് കാണും അല്ലേ? എ എന്ന് പറയുന്ന റിയാക്ടൻറ്റിന് ഒരു മാസ് ഉണ്ടാവും. അതിനെ നമുക്ക് മാസ് ഓഫ് എ എന്ന് വിളിക്കാം. ഞാൻ മാസ് ഓഫ് എ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, ബി എന്ന് പറയുന്ന റിയാക്ടൻ്റ് ഉണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ എ മാസ്. ദാറ്റ് ഈസ് കോൾഡ് മാസ് ഓഫ് ബി, എം ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എയും ബിയും ഉണ്ട്. അതായത് എം എ പ്ലസ് എം ബി ആയിരിക്കും ഇവിടുത്തെ മാസ് എന്ന് പറയുക. അല്ലെങ്കിൽ മാസ് ഓഫ് എ ബി നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് എ ബി എന്ന് ഞാൻ എഴുതുന്നു. അപ്പോൾ ആക്ച്വലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ, ഓക്കെ, അപ്പോൾ മാസ് ബിഫോർ ദ റിയാക്ഷൻ, മാസ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയാം. മാസ് ഓഫ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു എന്താകും? മാസ് ഓഫ് പ്രൊഡക്ട്സ് ആകും. ഓക്കെ, ദിസ് ഈസ് വാട്ട്സ് ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൂവ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ ടോട്ടൽ മാസ് വിൽ റിമെയിൻ ദ സെയിം, നോ ചേഞ്ച്. ഓക്കെ, അതായത് റിയാക്ടൻസിൻ്റെ മാസും പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കൂടെ ടോട്ടൽ മാസും കൂടി എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ. ദിസ് ഈസ് വാട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എക്സ്പ്ലെയിൻസ്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് കാര്യങ്ങൾ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുവാണ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഹീറ്റിംഗ് ഓഫ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ഹീറ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്, CaCO3. We are heating this calcium carbonate. Calcium carbonate, we know it is known as what? Limestone. Okay, limestone എന്നറിയപ്പെടുന്നു. ലൈംസ്റ്റോൺ നമ്മുടെ മാർബിൾ, അതിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. കാൽഷ്യം കാർബണേറ്റ് സിമെൻറ്റിൽ ചേർക്കാറുണ്ട്. ഓക്കെ, സോ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. വാട്ട് ഹാപ്പൻസ്? CaCO3 ഈസ് ഹീറ്റഡ്. ദിസ് സിമ്പിൾ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡെൽറ്റ എന്ന് വായിക്കണം. ഹീറ്റിംഗ് എന്നുള്ളതിനെ നമ്മൾ റെപ്രസെൻറ്റ് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഡെൽറ്റ. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട. ഹീറ്റിംഗ് എന്ന് കൂടി താഴേക്ക് എഴുതാം, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഹീറ്റിംഗ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, സോ ഹീറ്റ്. അപ്പോൾ നമുക്കിവിടെ ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആൾ
ഡീകമ്പോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് രണ്ട് പ്രൊഡക്ട്സ് കിട്ടും. ഒന്ന് കാൽഷ്യം ഓക്സൈഡ് കിട്ടും ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാർബൺ ഡയോക്സൈഡ്. ദിസ് ഈസ് എ ഗ്യാസ്, ഇറ്റ് ഈസ് എ സോളിഡ്, ഇറ്റ് ഈസ് എ സോളിഡ്. Okay, here in this reaction we can see that a solid is decomposing on heating to give another solid and a gas. These two are the products. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ചിലപ്പോൾ റിലീസ് ചെയ്ത് പോയെന്നിരിക്കാം, പക്ഷേ നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ മാസ് എടുക്കുന്നു ആൻഡ് വി ആർ അഗെയിൻ ടേക്കിംഗ് ദ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് കാൽഷ്യം ഓക്സൈഡ്. അങ്ങനെ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മാസുകൾ ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Before the reaction, we had calcium carbonate. What is the molecular mass of calcium carbonate? Calcium carbonate എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? Calcium 40 plus carbon 12 plus 3 into oxygen 16. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് 100 എന്ന് കിട്ടും, 100 grams. സോ കാൽഷ്യം കാർബണേറ്റിൻ്റെ മൊളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 gram. ഓക്കെ, ഇനി നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളത്. കാൽഷ്യം ഓക്സൈഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് 40 plus 16. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 56 gram ഹിയർ, 56 gram calcium oxide. And what about carbon dioxide? 12 plus 2 into 16, that is 32. Okay, 32, that is we will get 44 gram. So 44 gram. If we are adding the reactant, the masses of reactants, we will get what? So total mass of, not reactants but products, okay, sorry, total mass of reactants is equal to how much? 100 grams, right? 100 grams. Total mass of products is equal to how much? That is also 56 plus 44, that is equal to 100 grams. Okay, so this is how law of constant proportion, this is how law of conservation of mass is proved using this reaction. So according to law of conservation of mass, we can say that the total mass of the reactants and the products are always the same. I mean, the total mass of reactants will be equal to total mass of products. That is, mass is not being created or produced or destroyed during a chemical reaction. This law was proposed by Lavoisier. Okay, so this is about law of conservation of mass. Now we are going to at another law for chemical combinations, that is called what? Law of constant proportions. That was proposed by Joseph Prost. Okay, Joseph Prost. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ് പ്രപ്പോസ് ചെയ്തത്. എന്താണ് ലോയിൽ പറയുന്നത്? ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുവാണ് വാട്ടർ, എക്സാമ്പിൾ എടുക്കുകയാണ് H2O. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, കാർബൺ ഡയോക്സൈഡ്. ദീസ് ടു ആർ ദി chemical substances which we are considering to explain this law. So for a chemical substance or in a chemical substance, elements are always in definite proportions by mass. അതായത് നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് വാട്ടർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, സോ ഹിയർ ദ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേതിൽ ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട്, ശരിയല്ലേ? ദീസ് ടു ആർ ദി എലമെന്റ്സ് ഹിയർ. ഹിയർ വി ക്യാൻ സീ കാർബൺ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ദീസ് ടു ആർ ദി എലമെന്റ്സ്. സോ ഇൻ ദിസ് ലോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് എലമെന്റ്സ് ആർ ഓൾവേസ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ബൈ മാസ്. അപ്പോൾ നമുക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും നോക്കാം. അതായത് നമുക്കറിയാം, ഫസ്റ്റ് കേസ് ഞാൻ വാട്ടർ എടുക്കുന്നു, അതിനുശേഷം നമുക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ കാര്യം പറയാം. വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ നേച്ചറിൽ തന്നെ ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ അവർ നേച്ചർ. എവിടെ നിന്നൊക്കെയാണ് നേച്ചറിൽ കിട്ടുക? നമ്മുടെ റെയിൻ വാട്ടർ വഴി വരാറുണ്ട്. റെയിൻ വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ അറിയാം, H2O തന്നെയാണ്. അതുപോലെ തന്നെ സീ, കടലിലുണ്ട്, ഓഷൻസിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
പോണ്ട്, വെൽ, ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് വാട്ടർ കാണാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പിറേഷൻ നടത്തുമ്പോൾ എക്സ്പയർ ചെയ്യുന്ന എയറിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഹാവിങ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ, നമ്മുടെ സറൗണ്ടിങ്ങിൽ പല രീതിയിൽ വരാറുണ്ട്, ശരിയല്ലേ? ഇനി അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ റിയാക്റ്റഡ് ടുഗദർ, രണ്ടിനെയും കൂടെ കെമിക്കലി റിയാക്ട് ചെയ്യിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എനി ഹൗ, എങ്ങനെ വന്നാലും ശരി, നമുക്കിവിടുത്തെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കൂടി റേഷ്യോ ബൈ മാസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇവിടെ H2 നിങ്ങൾക്ക് കാണാം അല്ലേ? മാസ് ഓഫ് ഹൈഡ്രജൻ, മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാ? 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1, ദാറ്റ് വി വിൽ ഗെറ്റ് 2 അല്ലേ? അതേസമയം മാസ് ഓഫ് ഓക്സിജൻ എന്തായിരിക്കാം? മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? That is 16 into 1, 16. So we are taking the ratio of masses of hydrogen and oxygen. So we will get ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2:16 എന്ന് കിട്ടും, ശരിയല്ലേ? 2:16. സോ ഇവിടെ 2 നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ അതിനെ 1:8 എന്ന് എഴുതാം. ഓക്കെ, സോ വാട്ടറിലുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കൂടി റേഷ്യോ ബൈ മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1:8. ഓക്കെ അല്ലേ? സോ 1:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഹൈഡ്രജനും ഓക്സിജനും വാട്ടറിൽ കാണുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ അല്ലേ? സോ നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, അവിടെ നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ നേച്ചറിൽ ഏതൊക്കെ രീതികളിൽ വരാറുണ്ട്, ഏതൊക്കെ രീതികളിൽ കിട്ടാറുണ്ട് നമുക്ക് വാട്ടർ? പല സോഴ്സുകളുണ്ടല്ലേ? അതായത് ദാറ്റ് ഈസ് ഫ്രം റെയിൻ വാട്ടർ, അതുപോലെ തന്നെ ഓഷൻസ്, ഒരുപാട് സോഴ്സുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ എക്സ്പിറേഷൻ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേഷൻ നടത്തുമ്പോൾ എക്സ്പയർഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന ഗ്യാസിൽ, എയറിൽ വാട്ടറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. ഏത് വാട്ടർ എടുത്താലും ശരി, വി ക്യാൻ സീ ദാറ്റ് ദെയർ ഈസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എലമെൻറ്റ്സ് ഇൻ റേഷ്യോ 1:8 ബൈ ദെയർ മാസസ്. ഒരു സംശയമില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ദേ സേ. അതായത് ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് എലമെൻറ്റ്സ് ആർ ഓൾവേസ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ബൈ മാസ്. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ്. അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ഇവിടെ തന്നിരിക്കുന്നു, നോക്കിയാലോ? കാർബൺ ഡയോക്സൈഡ്. ഐ ടോൾഡ് യു ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ക്യാൻ ബി റിലീസ്ഡ് ഇൻ ടു അവർ അറ്റ്മോസ്ഫിയറിക് എയർ ഓർ ഇൻ അവർ നേച്ചർ ത്രൂ സെവറൽ വേസ്. നമ്മൾ എക്സ്ഹെയിൽഡ് ചെയ്യുന്ന എയറിൽ അതിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ ദർ ഓൾസോ മേ ദ പ്രസൻസ് ഓഫ് ദ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അല്ലേ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കാർബണും ഓക്സിജനും കൂടി നേരിട്ട് റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇങ്ങനെ പല രീതിയിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് നമുക്ക് കിട്ടാറുണ്ട്. ബട്ട് ദ ഫാക്ട് ഈസ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഗ്യാസിൽ മാസ് ഓഫ് കാർബൺ ഏതാ? മാസ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു 12 ഗ്രാം. ശരിയല്ലേ? കാർബണിൻ്റെ മാസ്, കാരണം ഒരു കാർബൺ ആറ്റം മാത്രമേ അവിടെയുള്ളൂ. അതിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ എടുക്കുകയാണ് 12 ഗ്രാം. ഇനി മാസ് ഓഫ് ഓക്സിജൻ എടുക്കുവാണ്. മാസ് ഓഫ് ഓക്സിജൻ എത്രയായിരിക്കും? 2 × 16. അതെങ്ങനെ വന്നു? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ 2 ഓക്സിജൻ ആറ്റംസ് നമുക്ക് കാണാം ഫോർമുലയിൽ. സോ ദാറ്റ് ഈസ് വൈ 2 × 16. അപ്പോൾ 2 × 16 ഞാൻ എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ഗ്രാം. സോ റേഷ്യോ എടുക്കുവാണ് കാർബൺ ഈസ് ടു മാസ് ഓഫ് കാർബൺ ഈസ് ടു ഓക്സിജൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 12:32 എന്ന് എഴുതാം അല്ലേ? വീണ്ടും അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താകും? നമുക്ക് 6:16 എന്ന് എഴുതാം അല്ലേ? 6:16, നോട്ട് 16 ബട്ട് 6:16 അല്ലേ? ഓൺ അഗെയിൻ സിംപ്ലിഫിക്കേഷൻ വി വിൽ ഗെറ്റ് വാട്ട്? 3 കൊണ്ടാണെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 3:2 എന്തെന്ന് വരും? 8 എന്ന് വരും. സോ 3:8 ബൈ മാസ് റേഷ്യോയാണ് കാർബൺ ഡയോക്സൈഡിൽ നമ്മുടെ ഓക്സിജനും അതുപോലെ തന്നെ ആരും തമ്മിലുള്ളത്? കാർബണുമായിട്ടുള്ളത്. അത് ഏത് സോഴ്സിലൂടെ നമുക്ക് കിട്ടിയാലും ശരി, ആ ഒരു പ്രത്യേകത നമ്മൾ ഓർത്ത് വയ്ക്കുക. എനി സോഴ്സ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടോ, അതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അതിൻ്റെ പ്രത്യേകത അതിൽ കാർബണും ഓക്സിജനും എങ്ങനെയായിരിക്കും? 3:8 എന്ന് പറയുന്ന ആ ഒരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും കാണപ്പെടുക. സോ ദിസ് ഈസ് എക്സ്പ്ലൈൻഡ് ത്രൂ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, ഓക്കെ, ബൈ ജോസഫ് പ്രോസ്റ്റ്. ഒന്നുകൂടി പറയാം. ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് എലമെന്റ്സ് ആർ ഓൾവേസ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ബൈ മാസ്.
ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മാത്രമല്ല, ഇതേ രീതിയിൽ ഏതൊക്കെ കോമ്പൗണ്ട്സ് നമുക്ക് എടുത്താലും ശരി, there we can see that all the combining atoms are in a definite proportion by mass. Any source, anyhow they are preparing. എങ്ങനെ അതുണ്ടായാലും ശരി, എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും ശരി, അവിടുത്തെ ആ ഒരു എന്താ പറയുക എലമെൻസിൻ്റെ റേഷ്യോ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കുമോ അവിടെ റേഷ്യോ ഇതായിരിക്കും. ഇനി അതല്ല വാട്ടർ എന്ന് പറയുന്നൊരു സബ്സ്റ്റൻസ് ആകണമെങ്കിൽ അവിടുത്തെ റേഷ്യോ ഇതായിരിക്കണം, 1:8. അതിലെന്തെങ്കിലും ചേഞ്ച് വന്നാൽ ദാറ്റ് കനോട്ട് ബി കോൾഡ് ആസ് ഓർ കൺസിഡേർഡ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ദീസ് 2 ലോ ആർ ദ മെയിൻ ലോസ് വിച്ച് ആർ ബീങ് എക്സ്പ്ലൈൻഡ് ഇൻ യുവർ ചാപ്റ്റർ. ഇത് കൂടാതെയും ഉണ്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉണ്ട്, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലോ ഓഫ് ഗേലു-സാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയൂംസ് എന്ന് പറഞ്ഞിട്ട് ലോ പഠിക്കണം. അതൊന്നും നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിട്ടില്ല. സോ വി ആർ അവോയ്ഡിങ് ദിസ് ഫോർ നൗ ഓൺലി. അപ്പോൾ നമുക്ക് ഈ 2 ലോസ് അറിഞ്ഞിരിക്കുക, 2 പ്രധാനപ്പെട്ട ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇത് പ്രപ്പോസ് ചെയ്ത ആരാണ്? പൊതുവേ നമ്മൾ പറയുമ്പോൾ ലാവോസിയാണ് ധാരാളം ഈ നമ്മുടെ കെമിക്കൽ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് കോമ്പിനേഷൻസുമായി ബന്ധപ്പെട്ട് കുറേ ഐഡിയാസ് നമുക്ക് പറഞ്ഞു തന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലോ നമ്മൾ ആദ്യം കാണുകയാണ്, ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതുപോലെ തന്നെ ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തതാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ട ഒരാളാണ്, ആരാ? ജോൺ ഡാൾട്ടൺ അല്ലേ? ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഓക്കെ, എന്താണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ പറയുക? നമ്മൾ നേരത്തെ ഡാൾട്ടനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഐ ഓൾറെഡി ടോൾഡ് യു ഹു വാസ് ജോൺ ഡാൾട്ടൺ. അദ്ദേഹമാണ് ഒരു പക്ഷേ ആറ്റംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ദ റിസർച്ചസ് റിഗാർഡിങ് ആറ്റംസ് അതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള രീതിയിലുള്ള ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് കഴിഞ്ഞ ഒരു സയൻറ്റിസ്റ്റ്. നമ്മുടെ സയൻറ്റിഫിക് വേൾഡിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ ധാരാളം ഐഡിയാസ് പറഞ്ഞു തരാൻ നമ്മുടെ ജോൺ ഡാൾട്ടന് സാധിച്ചു. ആറ്റത്തെക്കുറിച്ച് ഉള്ള കുറച്ച് ഐഡിയാസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. സോ അറ്റോമിക് തിയറിയിലൂടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ മെറിറ്റുകളുമുണ്ട്, സ്വാഭാവികം. പക്ഷേ നമുക്ക് അത് രണ്ടിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. സോ അത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സോ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റായിട്ട് അദ്ദേഹം പറഞ്ഞ ഇതായിരുന്നു ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അതായത് ഓൾ മാറ്റർ ആർ made of large number of minute particles called what? Atoms. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് എല്ലാ മാറ്ററും ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആറ്റംസ് എന്ന് വിളിക്കാവുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഒരുപക്ഷെ ഇത് തന്നെയാണ് ഡെമോക്രിറ്റസ് പറഞ്ഞു വെച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുമാണ്. ഇനി രണ്ടാമത് നമുക്ക് പറയാം, അത് ഏത് സബ്സ്റ്റൻസും ആയിക്കോട്ടെ, ഇപ്പോൾ ഇനി വാട്ടർ ആയാലും ശരി, അതല്ല ഒരു സ്റ്റോൺ പാർട്ടിക്കിൾ ആയാലും ശരി, നമ്മുടെ റൈസ് ആയാലും ശരി, എന്തായാലും എല്ലാ സബ്സ്റ്റൻസുകളും ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്? വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻഡിവിസിബിൾ ആയിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, ഇൻഡിവിസിബിൾ. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഉദ്ദേശിച്ചത്? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞു. ഇൻഡിവിസിബിൾ. അപ്പോൾ നമ്മൾ സബ്സ്റ്റൻസിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നു. അവിടെ നമുക്ക് ഏറ്റവും വളരെ മൈന്യൂട്ടായിട്ടുള്ള, വീണ്ടും ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ലാത്ത, വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പാർട്ടിക്കിളിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ അദ്ദേഹം ആറ്റംസ് എന്ന് വിളിച്ചു. ദീസ് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ എന്നും കൂടി ആര് പറഞ്ഞു? ജോൺ ഡാൾട്ടൺ പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ പിന്നീട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമുക്കിന്നറിയാം ആറ്റംസ് ആർ ഡിവിസിബിൾ. ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ് ഫർദർ into several minute particles. Atoms constitute several minute particles.
അവയെ നമ്മൾ വിളിക്കും സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അവയൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. എന്തായാലും ഡാൾട്ടൺ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച 18th സെഞ്ചുറിയുടെയൊക്കെ തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത് മാറ്റർ ഈസ് ഇൻഡിവിസിബിൾ. ഓക്കെ, മാറ്റർ ഓർ ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ എന്ന് പറഞ്ഞു വെച്ചു. സോ അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതായിരുന്നു. എന്താണ്? ആറ്റംസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു. ഓക്കെ, പുതിയതായിട്ട് നമുക്കൊരു ആറ്റത്തെ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ആറ്റത്തെ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയാറുണ്ട്. ശരിയല്ലേ? സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രപ്പോസൽ ആയിരുന്നു, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആറ്റംസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു പർട്ടിക്കുലർ എലമെൻ്റ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എടുക്കുന്നു ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജൻ എടുക്കുന്നു, അല്ലെങ്കിൽ സോഡിയം, ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഗോൾഡ്, ഏതോ ആയിക്കോട്ടെ. സോ ഒരു സെയിം എലമെൻറ്റിലുള്ള ആറ്റംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആറ്റംസും എല്ലാ രീതിയിൽ നോക്കിയാലും ഐഡൻറ്റിക്കൽ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, സോ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ആസ്പെക്ട്സ്. അതായത് ഇപ്പോൾ ഓക്സിജൻ്റെ ആറ്റംസ് നമ്മൾ എടുത്താൽ അതിൻ്റെ സൈസ്, അതിൻ്റെ റേഡിയസ്, അല്ലെങ്കിൽ അതിൻ്റെ മാസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിക്കലാണ്. ഏതൊരു ഓക്സിജൻ ആറ്റം എടുത്താലും ശരി, എല്ലാറ്റിനും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓൾ ദി ഓക്സിജൻ ആറ്റംസ് ആർ ഹാവിങ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഓൾ ദി ഹൈഡ്രജൻ ആറ്റംസ് ആർ ഹാവിങ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് നോട്ട് ഓൺലി ഓക്സിജൻ ഓർ ഹൈഡ്രജൻ, എനി അതർ എലമെന്റ് ക്യാൻ ബി കൺസിഡേർഡ്. നമുക്ക് ഏതൊരു എലമെന്റ് എടുത്താലും ശരി, അവയുടെ എല്ലാം പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്ന് പറഞ്ഞു? ഐഡൻറ്റിക്കൽ ആണ്, എല്ലാ രീതിയിലും ഐഡൻറ്റിക്കൽ ആണെന്ന് പറഞ്ഞു വെച്ചു. ഓക്കെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമുക്കിന്നറിയാം എല്ലാ എലമെന്റ്സും ഐഡൻറ്റിക്കൽ ഒന്നും അല്ല, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഐസോടോപിക് ഫോംസ്. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് ഐസോടോപിക് ഫോംസ് ഉണ്ട്, അതായത് വേരിയസ് ആയിട്ടുള്ള ഫോമുകളുണ്ട്, അതിൽ ചില പ്രോപ്പർട്ടീസിലും ഡിഫറൻസുകളുണ്ട്. ഓക്സിജൻ ആയാലും ഉണ്ട് ഐസോടോപിക് ഫോംസ്. അപ്പോൾ ഐസോടോപ്പുകളൊക്കെ പിന്നീടാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഡാൾട്ടൺ ഇത് പറയുന്ന സമയത്ത് ഐസോടോപ്പുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഐസോടോപ്സ് നമുക്കിന്നറിയാം, ഒരേ എലമെന്റിന്റെ ഡിഫറെന്റ് ആറ്റംസ് ആണ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പേഴ്സ്. അല്ലേ, മാസ് നമ്പറുകൾ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ സെയിം ആണ് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ ഈ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ അതെങ്ങനെ കണ്ടുപിടിക്കാം, അത് ആരുടെ നമ്പറാണെന്നൊക്കെ ഡാൾട്ടൺ അറിയില്ലായിരുന്നു. ഒരു പക്ഷേ ഇദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കുറേ അധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പക്ഷേ ഈ പറയുന്ന സബറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെയുള്ള ഐഡിയാസ് നമ്മുടെ സയൻറ്റിഫിക് വേൾഡിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഇതൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ, പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഡ്രോബാക്ക്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അതെന്ന് പറയാം. ഓക്കെ, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലുള്ളത്. സോ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട് ഓർ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ different in their properties. ഓക്കെ, ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസിനെല്ലാം ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ശരിയാണ്. കാരണം ഓക്സിജൻ്റെ ഒരു ആറ്റം എടുത്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കണം എന്നില്ല ആരുടെ ആറ്റത്തിന്, നമ്മുടെ ഹൈഡ്രജൻ്റെ ഒരു ആറ്റം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഒരു ആറ്റത്തിന്, അല്ലെങ്കിൽ നമ്മുടെ അയണിൻ്റെ ഒരു ആറ്റം എടുത്താൽ ഈ പറയുന്ന ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും അവ കാണിക്കുക. ഈ ആറ്റംസിനൊന്നും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ല. അപ്പോൾ അത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ പിന്നീട് മനസ്സിലായി ഇവിടെ ഐസോബാറുകൾ എന്നറിയപ്പെടുന്ന ചില എലമെൻറ്റുകളെ അല്ലെങ്കിൽ ചില ആറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിലും ചില സിമിലാരിറ്റീസ് കാണിക്കാൻ പറ്റും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും പിന്നീട് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവാണ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാണ്. ഈ ആറ്റംസ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ വി നോ ദാറ്റ് സെയിം ആറ്റം മേ ഹാവ് സെയിം എലമെൻറ്റ് മേ ഹാവ് ഐഡൻറ്റിക്കൽ ആറ്റംസ് and also different elements may have different atoms, or that means all atoms of different elements will be different in all aspects എന്ന് പറഞ്ഞു. പക്ഷേ ഐസോബാറുകൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലാക്കിയല്ലോ. എങ്കിലും ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പോവാണ്. ഒരു കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. അതൊരു പ്രത്യേകതയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സപ്പോസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ റിയാക്ടിങ് ടുഗദർ, H2 plus O2, 2H2 plus 2O2, we will get 2H2O. 2H2 plus not 2O2, 2H2 plus O2, that is enough. Okay, so hydrogen and oxygen are reacting together to give 2 molecules of water. This is a chemical reaction. From this it is clear that oxygen is an element, hydrogen is another element, and water is forming here as a result of their reaction. But actually ഡാൾട്ടൺ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ നമ്മൾ ഓക്സിജൻ എന്നും ഹൈഡ്രജൻ എന്നും ഒക്കെ പറഞ്ഞാലും ആക്ച്വലി അവിടെ റിയാക്ട് ചെയ്യപ്പെടുന്നത്, ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത് ആരാ? ഈ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ ആറ്റംസ് ആയിരിക്കും, ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ്റെ ആറ്റംസ് ആണ് റിയാക്ട് ചെയ്യുന്നത്. സോ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ് എന്നാണ് ഡാൾട്ടൺ പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ ഇൻ ടുഡേ ഓൾസോ. ഓക്കെ, ഇന്ന് നമുക്ക് വളരെ ശരിയാണ്, അത് തെറ്റായിട്ട് ആരും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആറ്റംസ് തന്നെയാണ് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. അതിന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ വർഷങ്ങൾക്ക് മുമ്പ് ഡാൾട്ടൺ പറഞ്ഞൊരു പോയിന്റ് ആണത്. ഓക്കെ, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ആറ്റംസ് ഓഫ് എലമെന്റ്സ് ആർ ടേക്കിംഗ് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഓക്കെ, കൂടാതെ നെക്സ്റ്റ് ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോമ്പൗണ്ട് എടുത്താൽ, സപ്പോസ് ഇപ്പോൾ ഇവിടെ വാട്ടർ നമ്മൾ എടുത്തു, അതുപോലെ ഇപ്പോൾ വേറൊരു എക്സാമ്പിളോട് ഞാൻ എഴുതുവാണ്, കാർബൺ പ്ലസ് O2, കാർബൺ ഡയോക്സൈഡ് CO2 എടുക്കാം. ഈ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഡ്യൂറിങ് ദ എക്സ്പ്ലനേഷൻ ടൈം ഓഫ് അവർ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ് അല്ലേ. അപ്പോൾ അവിടെ കണ്ട കാര്യമാണ്, അവിടെ നമ്മൾ കണ്ടു ഓക്സിജൻ എടുത്താൽ ഹൈഡ്രജൻ എടുത്താൽ വാട്ടറിലാണെങ്കിൽ 1:8 റേഷ്യോ, അതുപോലെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് റേഷ്യോ കണ്ടു അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലായ്പ്പോഴും all the time the corresponding elements or the combining elements are in same ratio or they may have a definite proportion all time. അതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ്. സോ ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് we can write it as in a chemical compound elements or atoms of elements are in constant proportion. ഓക്കെ, ആ ഉണ്ടാകുന്ന രീതിക്ക് അനുസരിച്ച് എലമെന്റ്സിന്റെ ആ ഒരു പ്രൊപ്പോർഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സോ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ കെമിക്കൽ കോമ്പൗണ്ട് ദ എലമെന്റ്സ് ഓർ ആറ്റംസ് ഓഫ് എലമെന്റ്സ് ആർ ഓൾവേസ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ ദെയർ മാസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ജോൺ ഡാൾട്ടൺ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അതായത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് വിൽ ഓൾവേസ് ദ സെയിം. അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, റിലേറ്റീവ് നമ്പർ നമ്മളിവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, എലമെന്റ്സ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലായിരിക്കും. അതൊന്നെങ്കിൽ നമുക്ക് നമ്പർ എടുക്കാം. ഇപ്പോൾ ഹൈഡ്രജന്റെ നമ്പർ എടുക്കുന്നു, ഓക്സിജന്റെ നമ്പർ എടുത്താൽ അവിടെ 2:1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2 മോൾ ഹൈഡ്രജൻ ആൻഡ് 1 മോൾ ഓക്സിജൻ എന്നൊക്കെ പറയും. അതുപോലെ 1 മോൾ കാർബൺ ആൻഡ് 2 മോൾ ഓക്സിജൻ ആർ റിയാക്ടിങ് ടുഗദർ ഹിയർ. അല്ലെങ്കിൽ നമുക്ക് ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റംസും ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ that may always contain 1 carbon atom and 2 oxygen atom in a molecule എന്ന് നമുക്ക് പറയാം. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. അതുപോലെ കൈൻഡ്സ് ഓഫ് ആറ്റംസ് മേ ഓൾസോ ബി ദ സെയിം. ഒരിക്കലും നൈട്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവില്ല, അത് നൈട്രജൻ്റെ ഓക്സൈഡുകളായിട്ട് മാറും. വാട്ടർ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ there must be hydrogen and oxygen. അതാണ് പറയുന്നത് റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ ഐഡന്റിക്കൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻ എ കോമ്പൗണ്ട് എലമെന്റ്സ് ആർ ഇൻ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് നമ്പറിന്റെ ടേംസിൽ എന്തിന്റെ ടേംസിൽ വേണമെങ്കിലും അത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ എ കോമ്പൗണ്ട്
kinds of elements may always be the same. ഇത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണെന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വായിക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് സ്കൂൾ എക്സാം വരുന്നുണ്ട്, അപ്പോൾ അതിന് ഒരുപക്ഷെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ചോദിച്ചേക്കാം. ലിസ്റ്റ് ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന രീതിയിൽ ആ പോയിൻ്റായിട്ട് പഠിച്ചെന്ന് എഴുതുക. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഐഡിയാസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പർ ഒന്ന് നിങ്ങൾ നോക്കേണ്ട, ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ടോ, അതിൽ കുറച്ചേ ഉള്ളോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ അതെന്തായാലും മനസ്സിലാക്കുക, നമ്മൾ ഒരേ പോയിന്റ് തന്നെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ദീസ് വെയർ ദ മെയിൻ ഐഡിയാസ് വിച്ച് വി ഗോട്ട് ഫ്രം വാട്ട് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഒന്നുകൂടി പറഞ്ഞാൽ, all matter are made up of large number of minute particles called atoms. That was the first statement I written. Atoms are indivisible. Atoms cannot be divided further. ഇതൊക്കെ ഡാൾട്ടൺ പറഞ്ഞ കാര്യങ്ങളാണ്. Atoms cannot be produced or destroyed during a chemical reaction. During a chemical reaction, atoms ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആറ്റംസ് ഓഫ് സെയിം എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ആസ്പെക്ട്സ്. എല്ലാ രീതിയിൽ നോക്കിയാലും ഒരു ആറ്റത്തിൻ്റെ എലമെൻറ്റ് എപ്പോഴും ഒരു എലമെൻറ്റിൻ്റെ ആറ്റംസ് അല്ലേ, ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് അല്ലേ, മാറിപ്പോയി സോറി. ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് വിൽ ബി ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുത്താൽ അവയ്ക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും പിന്നീട് റോങ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഐസോടോപ്പുകളുടെ കണ്ടുപിടുത്തം, അതുപോലെ ഐസോബാറുകളുടെ കണ്ടുപിടുത്തമാണ്. കൂടാതെ ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർത്തിട്ട് വാട്ടർ ഉണ്ടാക്കുന്നു, കാർബണും ഓക്സിജനും കൂടെ ചേർത്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ റിയാക്ട് ചെയ്യുന്നത്, ആ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ആക്ച്വലി നമ്മുടെ ഹൈഡ്രജൻ്റെയോ ഓക്സിജൻ്റെയോ കാർബണിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയോ എന്താണ് ആറ്റംസ് ആയിരിക്കും റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. കൂടാതെ ഇൻ എ കോമ്പൗണ്ട് എലമെൻറ്റ്സ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ഓൾവേസ്. ഓക്കെ, ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ, ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ അതിലുള്ള എല്ലാ എലമെൻറ്റ്സും എല്ലായ്പ്പോഴും ഒരേ റേഷ്യോ ആയിരിക്കും. ആ റേഷ്യോ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് നമ്പർ സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൈൻഡ്സ്, അവിടെ എലമെൻറ്റ്സിൻ്റെ സ്വഭാവം സെയിം ആയിരിക്കും, ഒരേ എലമെൻറ്റ് തന്നെ ആയിരിക്കും. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് വിൽ ബി ഡിഫറൻറ്റ്. സോ ഫോർ എ പർട്ടിക്കുലർ കോമ്പൗണ്ട് അതിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, റിലേറ്റീവ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് എല്ലാം സെയിം ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് വിച്ച് വി ക്യാൻ കൺസിഡർ വൈൽ സ്റ്റഡിയിങ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെയൊക്കെ നമ്മൾ പലതവണ കേട്ട ഒരു വേർഡിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ആറ്റം. എന്താണ് ആറ്റം? ആറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയൊരു കാര്യം, ദാറ്റ് ഈസ് ദീസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ആൻ എലമെൻ്റ് എന്ന് സിംപിളി പറയാം. സപ്പോസ് നമ്മളൊരു എലമെൻ്റ് എടുക്കുവാണ്, ഓക്സിജൻ അല്ലെങ്കിൽ ക്ലോറിൻ, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, 118ഓളം എലമെൻറ്റ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുണ്ട്. സോ എമംഗ് ദം, if we are considering any of the elements, we can say that it is the smallest particle of an element. Atoms are the fundamental particle or basic structural unit of elements എന്ന് നമുക്ക് പറയാം. Okay, basic structural unit of all elements. It can be considered as what? Atom. നമ്മൾ ബയോളജിയിൽ സെൽ എന്താണെന്ന് ചോദിച്ചാൽ പറയും ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയും. അതുപോലെ തന്നെ മാറ്റർ എടുത്താൽ ഓർക്കുക, ഒരു സെല്ലിൽ തന്നെയും ധാരാളം ആറ്റംസ് ഉണ്ടാവും. പല ടൈപ്പ് എലമെൻറ്റ്സ്, പല കോമ്പൗണ്ടുകളൊക്കെ ഉണ്ട് ഒരു സെല്ലിൽ. അപ്പോൾ അതിൽ തന്നെയും ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. സോ അതിനേക്കാളും വളരെ സൈസ് കുറഞ്ഞതാണെന്ന് ഓർക്കണം. സോ ആറ്റംസ് ആർ വെരി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ്. ദീസ് വിൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഒരു എലമെൻറ്റ് റിയാക്ഷനിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എലമെൻറ്റിൻ്റെ ആറ്റംസ് ആണ് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ശരിയല്ലേ? കൂടാതെ ആറ്റംസ് മേ ഓർ മേ നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ആറ്റംസ്, എലമെൻസിൻ്റെ ആറ്റംസ് ഒറ്റയ്ക്ക് നിൽക്കുന്നവയുമുണ്ട്,
ആറ്റമായിട്ട് മാത്രം നിൽക്കുന്നവയുമുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് അതായത് ഒറ്റയ്ക്ക് നിൽക്കാതെ കമ്പൈൻഡ് ആയിട്ട് കാണപ്പെടുന്ന ആറ്റംസും ഉണ്ടാവും. സോ ആറ്റംസ് മേ എക്സിസ്റ്റ് ആസ് കമ്പൈൻഡ് ഫോംസ് യൂഷ്വലി, മേ നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് മേ ഓൾസോ ഹാവ്. അതായത് സം ആറ്റംസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മെറ്റൽ ആറ്റംസ് എടുത്താൽ, ഇപ്പോൾ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം എന്നൊക്കെ പറയുന്ന ആറ്റംസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ അത് ഒരിക്കലും ആറ്റമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ എലമെൻ്റ് ആയിട്ട് കാണപ്പെടണമെന്നില്ല. പകരം അത് മറ്റേതെങ്കിലും ഒരു എലമെൻറ്റുമായി കമ്പൈൻ ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഓക്സൈഡ് ആയിട്ടോ ഹൈഡ്രോക്സൈഡ് ആയിട്ടോ ഒക്കെ ആയിരിക്കാം കാണപ്പെടുക. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന നമ്മുടെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ തുടങ്ങിയ നോബിൾ ഗ്യാസുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവയുടെ ആറ്റംസിനെല്ലാം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. സോ മെജോറിറ്റി ഓഫ് ആറ്റംസ് ആർ നോട്ട് എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ എന്തുകൊണ്ടാണ് ആറ്റംസ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാതെ എപ്പോഴും മറ്റുള്ളവയുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളായിട്ട് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിട്ടൊക്കെ മാത്രം കാണപ്പെടുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്. സോ ആറ്റം എന്താണെന്ന് മനസ്സിലായി. അതിനു മുന്നേ നമുക്ക് ആറ്റത്തിൻ്റെ സിമ്പലുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ആറ്റംസിനെ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റംസിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് സിമ്പിൾ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. സിമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് ആറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് കേസ്, ഇൻ ദ ഫസ്റ്റ് ടൈം സിമ്പിൾ എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ടേം യൂസ് ചെയ്തത് ആരായിരുന്നു ചോദിച്ചാൽ ഡാൾട്ടൺ. നമ്മുടെ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത ജോൺ ഡാൾട്ടൺ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരു സർക്കിളുണ്ട്, ഒരു ഡോട്ട് പോലെ നമുക്ക് കാണാം. അതുപോലെ ഓക്സിജൻ ഒരു സർക്കിൾ മാത്രമാണ് ഓക്സിജനെ റെപ്രസെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തത്. സൾഫർ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പ്ലസും കൂടി കൊടുത്തു. കോപ്പർ ഒരു സി കൊടുത്തു സർക്കിളിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ധാരാളം എലമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. സോ ഇത്തരത്തിലുള്ള സിമ്പലുകളാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ മെത്തേഡുകളുണ്ട്, നമുക്കറിയാം. ഓക്കെ, മറക്കണ്ട. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? സിമ്പലുകളെ കുറിച്ച് പറയുമ്പോൾ ഈ പേരുകളൊന്നും ഇവിടെ ഇല്ലയെന്ന് കരുതുക. ഇങ്ങനെയൊക്കെ എഴുതിയിരുന്നാൽ നമുക്ക് അവയെ തിരിച്ചറിയാമെന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ധാരാളം സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യും? മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ദിസ് വാസ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു മെമ്മറൈസ് ഓൾ ദീസ് എലമെൻറ്റ്സ് യൂസിങ് ദീസ് സിമ്പിൾസ്. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് ഓരോ എലമെൻറ്റുകളെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സിമ്പലുകൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സയൻറ്റിഫിക് വേൾഡ് ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പലുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നെന്ന് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ, കോപ്പർ തുടങ്ങിയ എലമെൻറ്റ്സിനെയൊക്കെ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് സിമ്പിൾസിലേക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചില എലമെൻറ്റുകൾ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവ ഏത് സ്ഥലത്താണ്, ഏത് രാജ്യത്താണോ കണ്ടുപിടിക്കപ്പെട്ടത് അവയുടെ പേര് ചേർത്ത് അവയ്ക്ക് അല്ലെങ്കിൽ ആ പേര് വെച്ചിട്ട് അവയ്ക്ക് സിമ്പലുകൾ കൊടുക്കാനോ പേര് കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ കോപ്പർ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ സൈപ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് കോപ്പർ കണ്ടുപിടിക്കപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പേരിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് കോപ്പർ എന്നുള്ള ആ ഒരു പേര് ഈ ഒരു എലമെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. കോപ്പർ. ഓക്കെ, കോപ്പർ എന്നുള്ള പേര് കൊടുത്തു, അല്ലെങ്കിൽ കുപ്രം എന്നൊക്കെ വിളിക്കാം, കുപ്രം. അപ്പോൾ അങ്ങനെ കോപ്പറിന് ആ ഒരു പേര് വന്നു. അതുപോലെ നമ്മുടെ ചില സിറ്റുവേഷൻസിൽ എലമെൻസിന് പേര് കൊടുക്കുന്ന എങ്ങനെയാണ്? കളർ വെച്ചിട്ട് പേര് കൊടുക്കുമായിരുന്നു. കളർ, ഉദാഹരണത്തിന് ഗോൾഡ് എന്ന് പറയുന്നത്, ഗോൾഡ് യെല്ലോ എന്നുള്ള മീനിങ് വരത്തക്ക രീതിയിലുള്ളൊരു ഇംഗ്ലീഷ് വേർഡാണ് ഗോൾഡ്. സോ അങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ കളറ്, അല്ലെങ്കിൽ നമ്മുടെ ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ച് മെൻഡലീവിയം എന്നൊക്കെ പേരുകൾ നമുക്കറിയാം, മെൻഡലീവിയം. അപ്പോൾ അങ്ങനെ സയൻറ്റിസ്റ്റുകളുടെ പേര് വെച്ചിട്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ട രാജ്യത്തിൻ്റെ പേര്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകത വെച്ചിട്ടാണ് എലമെൻസിന് പേര് കൊടുത്തതും അതുപോലെ സിമ്പലുകൾ കൊടുത്തതും. പക്ഷേ ഈ പേരുകളോ അല്ലെങ്കിൽ സിമ്പലുകളോ ഒന്നും തന്നെ നമ്മുടെ എല്ലാ രാജ്യക്കാർക്കും, എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും അക്സെപ്റ്റബിൾ ആയില്ല. അത്തരം സിറ്റുവേഷൻസിൽ ഇപ്പോൾ ചിലർ, നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ തന്നെ പല തർക്കങ്ങളും ഉണ്ട്, അല്ലേ? അപ്പം നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഓരോ രാജ്യക്കാർ അവരുടെ എലമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവരുടെ രാജ്യവുമായി ബന്ധപ്പെടുത്തി, സപ്പോസ് ദേ ആർ ഗിവിങ് നെയിംസ് ഓഫ് ഫോർ ദീസ് എലമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദെയർ കൺട്രി. അങ്ങനെയാണെങ്കിൽ അത് മറ്റുള്ള രാജ്യക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, അങ്ങനെ അവിടെ തർക്കം വരാം. സോ ഇൻ ഓർഡർ ടു സോൾവ് സച്ച് പ്രോബ്ലംസ് നമ്മുടെ ഒരു യൂണിയൻ ഉണ്ട്, കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ, ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങളിലൊക്കെയുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ അടങ്ങുന്ന ഒരു യൂണിയൻ, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് IUPAC.
IUPAC, International Union for Pure and Applied Chemistry. അപ്പോൾ ഈ ഒരു സംഘടനയാണ്, ഈ ഒരു യൂണിയനാണ് ഇത്തരത്തിലെ പേരുകളൊക്കെ കൊടുക്കാൻ, ഒരു എലമെന്റിനായാലും ശരി കോമ്പൗണ്ടിനായാലും ശരി പേര് സിമ്പലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെഗുലറൈസേഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പലുകളെ കുറിച്ചുള്ള ആ ഒരു റെഗുലറൈസേഷൻ കൊണ്ടുവന്ന ഒരു യൂണിയനാണ് IUPAC എന്ന് പറയാം. അപ്പോൾ നമുക്കിന് വേണ്ടി നമുക്ക് എലമെന്റ്സിൻ്റെ സിമ്പിൾസിലോട്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കോപ്പർ നമ്മൾ കണ്ടു, ഗോൾഡ് കണ്ടു, അപ്പോൾ ഇതിനൊക്കെ സിമ്പലുകളുണ്ട്. അപ്പോൾ ഓരോ എലമെന്റിൻ്റെയും പേരിൻ്റെ അടിസ്ഥാനത്തിൽ അവയ്ക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു വരാം. ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ എലമെന്റ്സിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ്, ആദ്യത്തെ ലെറ്റർ തന്നെ പേരിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു എക്സാമ്പിളാണ്. ഹൈഡ്രജൻ, അവിടെ H എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കുക, അതായത് പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ സിമ്പിളായിട്ട് കൊടുക്കും. പക്ഷെ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട എലമെന്റ്സ് വന്നപ്പോൾ ലേറ്റർ there were several other elements which are starting with the letter H. സോ അവയ്ക്ക് നമുക്ക് H എന്ന് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഹീലിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും Hലാണ് സ്റ്റാർട്ട് ചെയ്യുക, നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടിനും H എന്ന് കൊടുത്താൽ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് HE എന്ന് കൊടുത്തു, അതായത് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററൂടെയാണ് കൊടുത്തിരിക്കുന്നത്. സോ എലമെന്റ്സിന് ഒന്നുകിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്ററോ സെക്കൻഡ് ലെറ്ററോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു ലെറ്ററോട് ചേർത്ത് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് സിങ്ക് എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ZN എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കുക. സോ ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്തു, ആ തേർഡ് ലെറ്ററാണ് നമ്മൾ N അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്ലോറിൻ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും Cl അല്ലെ, Cl ക്ലോറിൻ. അതുപോലെ പിന്നെ ഈ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എലമെന്റ്സിൻ്റെ ലാറ്റിൻ നെയിംസിൻ്റെ അല്ലെങ്കിൽ ഗ്രീക്ക് നെയിമോ ലാറ്റിൻ നെയിമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെക്കൻഡോ തേർഡോ ഒക്കെ ലെറ്റേഴ്സും കൂടി ചേർത്ത് പേര് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒന്ന് രണ്ട് ചില എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നതാണ് അയൺ എന്ന് പറയുന്നത്. അയണിൻ്റെ സിമ്പിൾ എന്താണ്? Fe എന്ന് എങ്ങനെയാണ് അയണിന് സിമ്പിൾ വന്നിരിക്കുന്നത്? ഫെറം എന്നുള്ള ഒരു പേരാണ്. അയണിന് ഫെറം ലാറ്റിൻ നെയിമാണ്, ഫെറം എന്ന് പറയുക. അതുപോലെ സോഡിയത്തെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? സോഡിയം. നാട്രിയം എന്നുള്ള നാട്രിയം എന്ന് പറയുന്ന പേരിൽ നിന്നുമാണ് സോഡിയത്തിന് Na എന്നുള്ള സിമ്പിൾ കിട്ടിയത്. അതുപോലെ പൊട്ടാസ്യം നമുക്കറിയാം. പൊട്ടാസ്യം നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? പൊട്ടാസ്യം ദാറ്റ് ഈസ് K എന്ന് നമ്മൾ എഴുതും അല്ലേ. കാലിയം എന്നുള്ളൊരു പേരാണ് പൊട്ടാസ്യത്തിന് കൊടുത്തിരിക്കുന്നത് ലാറ്റിൻ നെയിമിൽ. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പേരെഴുതിയിട്ട് അതിന് ലാറ്റിൻ നെയിമിൻ്റെയോ മറ്റോ ഗ്രീക്ക് നെയിമിൻ്റെയോ ഒക്കെ ഫസ്റ്റ് ലെറ്ററോ സെക്കൻഡ് ലെറ്ററോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ പേര് കൊടുക്കാറുണ്ട്. അതുപോലെ അലുമിനിയം ആണെങ്കിൽ ആർഗൺ, അലുമിനിയം ആണെങ്കിൽ Al, ആർഗൺ ആണെങ്കിൽ Ar എന്ന് കൊടുക്കാം. ബേരിയം ആണെങ്കിലോ Ba, അതുപോലെ ബ്രോമിൻ ആണെങ്കിലോ Br അല്ലേ. അതുപോലെ കാർബൺ C, കൊബാൾട്ട് ആണെങ്കിലോ CO എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ കോപ്പർ നമ്മൾ കണ്ടതാണ് Cu. ഗോൾഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഗോൾഡ് ഓറം ദാറ്റ് ഈസ് Au നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതുപോലെ സിൽവർ ആണെങ്കിൽ Ag, അർജന്റം എന്നുള്ള പേര് അല്ലെ, Ag. അതുപോലെ തന്നെ ലെഡ് ആണെങ്കിൽ Pb, പ്ലംബം എന്നുള്ള പേര്. അങ്ങനെ നമ്മൾ എലമെന്റ്സിന് പേരുകൾ കൊടുക്കാറുണ്ട്, സിമ്പിളുകൾ കൊടുക്കാറുണ്ട്. വിശദമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഈ എക്സാമ്പിൾസ് എല്ലാം കാണിച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ പേരുകൾ അല്ലെങ്കിൽ എലമെന്റ്സിന് സിമ്പിൾ എന്നുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്ന സയന്റിസ്റ്റ് മറക്കരുത്, ഡാൾട്ടൺ. ഓക്കെ, കൂടാതെ നമ്മുടെ IUPACയുടെ കാര്യം ഓർക്കണം. പിന്നെ എലമെന്റ്സിന് എങ്ങനെയൊക്കെയാണ് പേര് വരിക? നമ്മുടെ പേരിൻ്റെ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ പേരിന് സിമ്പിളായിട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരേ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്ററോ സെക്കൻഡ് ലെറ്ററോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ കൂടി പേരിന് സിമ്പിളായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ലാറ്റിൻ നെയിമോ ഗ്രീക്ക് നെയിമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റോ സെക്കൻഡോ തേർഡ് ലെറ്ററോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേരുകൾ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ്. അറ്റോമിക് മാസ്. ഓക്കെ, അറ്റോമിക് മാസ്. അപ്പോൾ എന്താണ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ പറയാറുണ്ട് മാസ് ഓഫ് ആൻ ആറ്റം എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഡെഫിനേഷൻ വരാം. മാസ് ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട്
പക്ഷേ ആക്ച്വലി ഒരു ആറ്റത്തിൻ്റെ മാസ് ആണോ അറ്റോമിക് മാസ്? അല്ല, ഒരു ആറ്റത്തിൻ്റെ മാസ് അല്ല. അതായത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നാണ് ശരിക്കും നമ്മളിതിനെ പറയുക. റിലേറ്റീവ് എന്നുള്ള വേർഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒന്നിനെ മറ്റൊന്നുമായി കമ്പയർ ചെയ്തിട്ടാണ് റിലേറ്റീവ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്, ശരിയല്ലേ? സോ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് എലമെൻസിൻ്റെ അറ്റോമിക് മാസ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. ഇതാ ഇവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ഇതൊരു ബോക്സാണ്. നമ്മൾ മറ്റൊരു ബോക്സ് എടുക്കുന്നു. ഈ ഒരു ബോക്സ് എടുത്തു. ഓക്കെ, 2 ബോക്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ബോക്സിൻ്റെ മാസിനെ ഞാൻ പറയുവാണ്, ഈ ബോക്സിൻ്റെ ഇതിൻ്റെ മാസ് എക്സ് ആണെന്നിരിക്കട്ടെ, എക്സ് ഗ്രാം ആണ് ഇതിൻ്റെ മാസ് എന്നിരിക്കട്ടെ. ഞാൻ പറയുവാണ് ഈ ബോക്സിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ 4 ടൈംസ് ആണ്. അതായത് ഇതിൻ്റെ മാസ് ഇപ്പോൾ വൈ ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4y എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് മാസ് ഓഫ് ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ എ ഹാസ് എ മാസ് വിച്ച് ഇസ് 4 ടൈംസ് ആസ് ദാറ്റ് ഓഫ് ബി എന്ന് പറയുവാണ്. അങ്ങനെ പറയുന്ന മാസ്, അപ്പോൾ ഇതിന് സപ്പോസ് ഇപ്പോൾ 40, 50, 60 എത്രയാണെന്ന് ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നു എ എന്ന് പറയുന്ന ബോക്സിൻ്റെ മാസ് ബിയുടെ മാസിൻ്റെ 4 ടൈംസ് ആണ്. ഇപ്പോൾ സപ്പോസ് ബിയുടെ മാസ് ഞാൻ എടുക്കുവാണ് 10 ഗ്രാം എന്നാണ് എടുക്കുന്നതെങ്കിൽ എയുടെ മാസം എന്ന് പറയുന്നത് 10 × 4 ദാറ്റ് ഈസ് 40 ഗ്രാം ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറയുവാണ് 40 ഗ്രാം എന്നുള്ളതിന് പകരം പറയുകയാണ് എയുടെ മാസ് ബിയുടെ 4 ടൈംസ് കൂടുതലാണ്. അപ്പോൾ ചോദിക്കും ബിയുടെ മാസ് എത്രയാ? 10 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എയുടെ മാസ് 40 ആണ്, ശരിയല്ലേ? ഇങ്ങനെ ഒരാളുടെ മാസ് മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്യിച്ച് പറയുകയാണ്. ആ ഒരു രീതി നമ്മൾ പറയുന്ന പേരാണ് റിലേറ്റീവ് മാസ്. നമ്മൾ ആറ്റത്തിൻ്റെ മാസിനെയും അങ്ങനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, റിലേറ്റീവ് ആയിട്ടാണ് പറയുക. ദാറ്റ് മീൻസ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എയുടെ മാസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ബി എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ശരിയല്ലേ? അതുപോലെ സപ്പോസ് ഇപ്പോൾ ഞാനൊരു മറ്റൊരു ഓബ്ജക്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഇതൊരു ഓബ്ജക്റ്റ് ആണെന്നിരിക്കട്ടെ, ഇത് വേറൊരു ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ മാസ് ഞാൻ പറയുവാണ് ബിയുടെ മാസിൻ്റെ 2 ടൈംസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മാസ് ആക്ച്വലി എത്രയായിരിക്കാം? 20 ഗ്രാം ആണ് നമ്മൾ മനസ്സിലാക്കുക. ബിക്കോസ് വി നോ വാട്ട് ഈസ് ദ മാസ് ഓഫ് ബി. സോ ഇതിനെ സി എന്നെടുത്താൽ സിയുടെ മാസ് അതുപോലെ എയുടെ മാസം ഒക്കെ നമ്മൾ റിലേറ്റ് ചെയ്യിച്ചത് ആരുടെ മാസിനോടാ? ബിയുടെ മാസുമായിട്ടാണ്, ഡയറക്റ്റ് ആയിട്ട് മാസ് പറയാതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബി എ നമുക്ക് എന്തെന്ന് പറയാം? റെഫറൻസ് ഓബ്ജക്റ്റ് എന്ന് എടുക്കാം. റെഫറൻസ് ഓബ്ജക്റ്റ്, ശരിയല്ലേ? അപ്പോൾ ബിയുടെ മാസിനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്, റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഓബ്ജക്ട്സിൻ്റെ മാസുകളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതി നമ്മൾ പറയുന്ന പേര്, ആ ഒരു മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് മാസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ എലമെൻസിൻ്റെ കാര്യത്തിലും സംഭവിക്കുക. അതായത് നമുക്കറിയാം ആറ്റംസ് എന്ന് പറയുമ്പോൾ വളരെ വളരെ മൈന്യൂട്ടാണ്, നമുക്ക് കാണാൻ പോലും പറ്റാത്തത്ര ചെറിയ സൈസോട് കൂടിയവയാണ് ആറ്റംസ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ദ മാസ് ഓഫ് ആറ്റംസ്. സോ യൂഷ്വലി വി വിൽ കൺസിഡർ മാസസ് ഓഫ് ആറ്റംസ് ആസ് റിലേറ്റീവ് മാസസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ എലമെന്റ് വിച്ച് ഈസ് a reference element, okay, with whom we are relating the masses of others. അങ്ങനെ നമ്മുടെ IUPAC ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതാണ് IUPAC എന്താണെന്ന് അല്ലേ? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. സോ IUPAC പറഞ്ഞു വെച്ചു നമ്മുടെ കാർബൺ 12 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതിന്റെ കാർബൺ 12 എന്ന് പറയുന്ന ഒരു ഐസോടോപ്പ് ഉണ്ട്. കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. സോ ദിസ് കാർബൺ 12 ക്യാൻ ബി കൺസിഡർഡ് ആസ് എ റെഫറൻസ് എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, കാർബൺ 12ന്റെ പ്രത്യേകത അവിടെ 6 പ്രോട്ടോൺസും 6 ഇലക്ട്രോൺസും 6 ന്യൂട്രോൺസും ഒക്കെയാണുള്ളത്. സോ കാർബൺ 12 ആണ് നമ്മൾ റിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അഡോപ്റ്റഡ് ടു കാൽക്കുലേറ്റ് ദി അറ്റോമിക് മാസസ് ഓഫ് അതർ എലമെന്റ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് അറ്റോമിക് മാസ് എന്ന് നമ്മൾ പറയുക? അറ്റോമിക് മാസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. അതായത് ഇറ്റ് ഈസ് എ നമ്പർ. അപ്പോൾ അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ മാസ് അല്ല എന്ന് ചിന്തിക്കരുത്, ഇറ്റ് ഈസ് എ നമ്പർ. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നമ്പർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്പർ എന്ന് പറയുക. അപ്പോൾ നമ്പർ അത് മാസ് അല്ല എന്നൊരു സംശയം വരാം. ആക്ച്വലി ഇറ്റ് ഈസ് എ നമ്പർ. അപ്പോൾ എന്താണ് നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് representing how many times
an atom of an element is heavier than 1/12th mass of a carbon 12 atom. Okay, so we already know carbon 12, it is the isotope of carbon which is considered as a reference element in order to calculate or in order to compare the atomic masses of other elements. So നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആറ്റം ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റമാണ് എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ആറ്റം നമ്മൾ കാർബൺ 12ൻ്റെ ഒരു ആറ്റം എടുത്താൽ അതിൻ്റെ മാസ് ഉണ്ടാവും. ആ മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് 1/12th മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സിൻ്റെ മാസ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആറ്റം എത്രത്തോളം ഹെവിയർ ആയിരിക്കും എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ആക്ച്വലി എന്തെന്ന് പറയുക, അറ്റോമിക് മാസ്. സോ അറ്റോമിക് മാസ് ഈസ് എ നമ്പർ that is representing how many times an atom of an element is heavier than 1/12th mass of a carbon 12 atom. Okay, so here carbon 12 is considered as a reference element. കാർബൺ 12ൻ്റെ ഒരു ആറ്റം നമ്മൾ എടുത്താൽ അതിനൊരു മാസ് ഉണ്ടാവും. ആ മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിന് 12 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റി. വളരെ വളരെ കുഞ്ഞു വാല്യൂ ആണ്. ആ വാല്യൂമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആറ്റം എത്ര ടൈംസ് ഹെവിയർ ആണെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എക്സിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞു. ഞാൻ എക്സിൻ്റെ അറ്റോമിക് മാസ് 15 ആണ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ആറ്റം ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റമാണ്. ഈ ഒരു ആറ്റം നമ്മുടെ കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആറ്റം, കാർബൺ 12 ഒരു എലമെൻ്റാണ്, അതിൻ്റെ ഒരു ആറ്റം. അതിനെ 1/12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഒരു ആറ്റം 15 ടൈംസ് ഹെവിയർ ആണ്. ഓക്കെയോ? അപ്പോൾ അതാണ് എക്സിൻ്റെ അറ്റോമിക് മാസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അതല്ല, സപ്പോസ് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് പറയുകയാണ് 16 ആണെന്ന് പറഞ്ഞു എന്ന് കരുതുക. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. എന്താ മീനിങ്? ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് നമ്മുടെ കാർബൺ 12 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ 1/12th എടുത്താൽ, അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. സോ ആ വാല്യൂമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓക്സിജൻ ആറ്റം 16 ടൈംസ് ഹെവിയർ ആയിരിക്കും എന്നാണ് ഈ 16 എന്ന നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എന്താണ് അറ്റോമിക് മാസ്? ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ്സ് how many times an atom of an element is heavier than 1/12th mass of a carbon 12 atom. ഓക്കെ, നമുക്കിതിനെ സാധാരണ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യാം. AMU എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ന് എഴുതുന്നത് എങ്ങനെയാണ്? യു എന്നുള്ള ഒരു ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അറ്റോമിക് മാസിനെ. ഇനി നോക്കിക്കേ, അറ്റോമിക് മാസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞൊരു ടേം ആണല്ലോ AMU. അപ്പോൾ എന്താണ് AMU? 1 AMU എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ 12ൻ്റെ 1/12th മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? 1 AMU എന്ന് വിളിക്കുക. ഓക്കെ, ഒരു AMU, അതായത് ഒന്ന് ഓർത്ത് വയ്ക്കുക, അതായത് നമ്മൾക്കിപ്പോൾ ഇവിടെ സപ്പോസ് ഇതൊരു കാർബൺ 12 ആറ്റമാണെന്നിരിക്കട്ടെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ടുള്ള 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് കരുതുക. സപ്പോസ് 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 ആയിട്ടുള്ള അല്ലേ? ഒരെണ്ണം കൂടി എടുക്കാം, 12. മനസ്സിലാക്കണം, ഞാൻ വരച്ചപ്പോൾ പല സൈസായി പോയി. 12 ഈക്വൽ പാർട്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിലൊരു ഭാഗം ഞാനൊന്ന് ലേബൽ ചെയ്യുവാണ്. ഈ ഒരു ഭാഗം എടുക്കാം. സപ്പോസ് ഈ ഒരു ഭാഗം എടുത്തു. ഈ ഒരു റീജിയൻ, ഓക്കെ, ഈ ഒരു റീജിയൻ നമ്മൾ ചൂസ് ചെയ്തു. ഈ ഒരു റീജിയണുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിനെ ഇങ്ങനെ മാറ്റി വെച്ചാൽ ഈ ഒരു പീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബൺ ആറ്റത്തിൻ്റെ ടോട്ടൽ മാസിൻ്റെ 1/12th പാർട്ടല്ലേ ഇത്?
ഇതുമായിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും, ശരിയല്ലേ? സോ ഇതുമായിട്ടാണ് നമ്മൾ മറ്റുള്ള ആറ്റംസിൻ്റെ മാസിനെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പീസിനെ അല്ലെങ്കിൽ ഈ ഒരു മാസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നു? 1 AMU. കാർബൺ ആറ്റത്തിൻ്റെ ടോട്ടൽ മാസ് അല്ല, ടോട്ടൽ മാസിനെ നമ്മൾ എന്ത് ചെയ്തു? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഉണ്ട് ഇതൊന്നും വിചാരിച്ചോളൂ. അതാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത് അല്ലേ. 12 ടൈംസ് എടുത്തു, ആ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിലൊരു പീസാണ് എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? സോ ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് 1 AMU. അപ്പോൾ 1 AMU ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ? ഒരു ആറ്റത്തിൻ്റെ മാസ് എത്ര ടൈംസ് ഹെവിയർ ആണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ കണ്ടതാണ്, 16 എന്നെഴുതി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ മാസുമായി നമ്മൾ കമ്പയർ ചെയ്യും. ഈ ഒരു പീസ് എന്ന് വെച്ചാൽ എന്താ? ഒരു കാർബൺ ആറ്റം ഉണ്ട്, അതിൻ്റെ മാസിനെ നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിലൊരു ഭാഗമാണിത്. സോ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 16 ടൈംസ് ഹെവിയർ ആണെന്നാണ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു വാല്യൂ ഉണ്ട്, ഈ ഒരു പീസിൻ്റെ മാസ് എന്ന് പറയുന്നതാണ് ഈ വാല്യൂ 1.66 × 10⁻⁻23 ഗ്രാംസ്. ഓക്കെ, 1.66 × 10⁻⁻23 ഗ്രാംസ്. ആ ഒരു വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് 1 AMU. ഏത് വാല്യൂ? 1.66 × 10⁻⁻23 ഗ്രാംസ്. അപ്പോൾ ഓർക്കണം, 1.66 എന്ന് പറയുന്നത് തന്നെ, അത്രയും ഗ്രാംസ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അതിനെ ഇൻറ്റു 10⁻³ എടുത്താലോ എന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും പോയിന്റ് ഇങ്ങോട്ട് മാറാം. 0.000000 എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം 166 എന്ന് പറഞ്ഞ് അവസാനിക്കും. അത്രയും ചെറിയൊരു വാല്യൂ ആണ് ഓർക്കണം. അതാണ് 1 AMU. അതുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ മാസ് 16 ടൈംസ് ഹെവിയർ ആണ്. ഈ നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, സപ്പോസ് നൈട്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ 14 ആണ് നൈട്രജൻ്റെ അറ്റോമിക് മാസ്. 14 എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കുക? ഒരു നൈട്രജൻ ആറ്റം എന്ന് പറയുന്ന ആൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ 1/12 മാസ് എടുത്താൽ, ഈ ഒരു മാസ് എടുത്താൽ അതിനെ, അതായത് ഈ ഒരു വാല്യൂ എടുത്താൽ, ഈ വാല്യൂവെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ 14 ടൈംസ് ഹെവിയർ ആണ് ഒരു നൈട്രജൻ ആറ്റം എന്നാണ് അതിൻ്റെ മീനിങ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ 1 എന്ന് എടുക്കുവാണെങ്കിൽ 1.00 സംതിങ് ഉണ്ട്, ഓർക്കണം, എക്സാക്റ്റ് 1 അല്ല. എങ്കിൽ നമ്മൾ 1 എന്ന് എടുത്തു എന്ന് പറയാൻ മനസ്സിലാക്കുക. ഇതിൻ്റെ 1 ടൈം 1.008 അത്രയും ടൈംസ് ഹെവിയർ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സോ നമുക്ക് അറ്റോമിക് മാസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എന്താണ് അറ്റോമിക് മാസ്? ഇറ്റ് ഈസ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ആക്ച്വലി നമ്മൾ അറ്റോമിക് മാസ് റിലേറ്റീവ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസ് കാർബൺ 12ൻ്റെ 1/12 മാസിനേക്കാളും എത്ര ടൈംസ് ഹെവിയർ ആണ് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്താണ് 1 AMU എന്ന് മനസ്സിലായി, അത് പഠിച്ചോണം. 1 AMU പഠിക്കണം, റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് പഠിക്കണം. ഇനി എന്താണ്, നമുക്കൊരു എക്സാമ്പിളായിട്ട് ഓക്സിജൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 AMU ആയിട്ട് കമ്പയർ ചെയ്യാം. 1 AMU നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു? ഓർ യു എന്ന് എഴുതാം അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ ഒരു അറ്റത്തിൻ്റെ അറ്റോമിക് മാസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 16 ഒന്നുകിൽ 16 AMU എന്ന് എഴുതുമായിരുന്നു. പക്ഷേ ഇന്ന് ടുഡേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഷോർട്ട് ആക്കിയിട്ട് 16U എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. 16U. ദിസ് ഇസ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് യൂണിറ്റ്, അറ്റോമിക് മാസ് യൂണിറ്റ്, അറ്റോമിക് മാസ്. ഓക്കെ, അതുപോലെ ഇവിടെ 14U എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലായോ? സോ ദിസ് ഈസ് അബൌട്ട് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എക്സിസ്റ്റൻസ് ഓഫ് ആറ്റം. അപ്പോൾ ആറ്റംസ് എങ്ങനെയൊക്കെ കാണപ്പെടാം? ഹൗ ഡു ആറ്റംസ് എക്സിസ്റ്റ്? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് ആർ നോട്ട് എക്സിസ്റ്റിംഗ് ആസ് ഇൻഡിവിജ്വലി അല്ലേ? ഒറ്റയ്ക്കായിരിക്കലും ആറ്റംസ്, മിക്കവാറും ആറ്റംസ് ഒന്നും കാണപ്പെടാറില്ല. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ആറ്റംസ് ആറ്റമായിട്ട് കാണപ്പെടുക എന്ന് പറയുന്നത് റെയറാണ്. അതേസമയം മിക്കവാറും ആറ്റംസും എങ്ങനെയാണ്? ഒന്നുകിൽ അതിൻ്റെ തന്നെ, ആ എലമെൻറ്റിൻ്റെ തന്നെ മറ്റുള്ള ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്ത് കാണപ്പെടാം. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തായിരിക്കും ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ആറ്റംസ് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എലമെൻസുമായിട്ടോ അതുപോലെ തന്നെയുള്ള മറ്റുള്ള ആറ്റംസുമായിട്ടോ കമ്പൈൻ ചെയ്ത് കാണപ്പെടാം. സോ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് മേ ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം അല്ലേ? മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് എക്സിസ്റ്റ് ആസ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ആറ്റംസ് ആർ എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. ഇനി ഇൻഡിപെൻഡൻ്റ്ലി കാണപ്പെടാത്ത ആറ്റംസ് കാണും. അതായത് ഇവിടെ ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ആറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഹീലിയം പറയാം,
നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ എക്സെട്ര. ഇതൊക്കെ ഒറ്റയ്ക്ക് ആറ്റമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ള എലമെൻറ്റ്സ് എടുത്താൽ, വേറെ കുറേ എലമെൻറ്റുകൾ എടുത്താൽ അവ ഇങ്ങനെ ആറ്റംസ് ആയിട്ട് കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സോഡിയം എടുക്കാം. നമ്മുടെ നേച്ചറിൽ സോഡിയം മാത്രമായിട്ട് കാണപ്പെടാറില്ല. ഓക്കെ, അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഇവരൊന്നും എന്ത് ചെയ്യില്ല, ഇങ്ങനെ കാണപ്പെടാറില്ല, ആറ്റോമിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യപ്പെടാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എക്സിസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കാം? ഇവർക്ക് അങ്ങനെ എക്സിസ്റ്റ് ചെയ്താലും സ്റ്റേബിൾ അല്ല, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ആറ്റംസ് എന്തുകൊണ്ട് അങ്ങനെ കാണപ്പെടുന്നു വെച്ചാൽ അവ സ്റ്റേബിൾ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അവയെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, എന്തുകൊണ്ട് ഇവ സ്റ്റേബിളായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ്. സോ ആറ്റംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവയുമുണ്ട്, ചെയ്യാത്തവയുമുണ്ട്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത ആറ്റംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? മറ്റുള്ള എലമെൻസുമായിട്ട് അല്ലെങ്കിൽ ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്തായിരിക്കും കാണപ്പെടുക. അങ്ങനെ കമ്പൈൻ ചെയ്യപ്പെടുമ്പോൾ അവ എന്ത് ഫോം ചെയ്യും? ഫോംസ് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിട്ട് നിൽക്കും. അയോൺസ് ആയിട്ടോ മോളിക്യൂൾസ് ആയിട്ടൊക്കെ ആയിരിക്കും കാണപ്പെടുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്? അയോൺസ് എന്ന് വെച്ചാൽ ചാർജുള്ള ആറ്റംസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് വിളിക്കുക. ചാർജുള്ള ആറ്റംസിനെ നമുക്ക് വിളിക്കാം അയോൺസ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഒരു ആറ്റം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് സ്റ്റേബിൾ ആകണമെങ്കിൽ ഒന്നുകിൽ അതിലുള്ള ഇലക്ട്രോൺസിനെ മറ്റൊരാൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയോ വേണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒക്റ്ററ്റ് റൂൾ എന്ന് നമ്മൾ പറയും. ഒക്റ്ററ്റ് റൂൾ എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ തുടങ്ങിയ എലമെൻസിൻ്റെ പ്രത്യേകത. ദേ ആർ ഹാവിങ് 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. അതേസമയം നമ്മൾ ഹീലിയത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ല, പേര് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഹീലിയത്തിലാണെങ്കിൽ 8 ഇലക്ട്രോൺസ് അല്ല, പകരം 2 ഇലക്ട്രോൺസ് മതി. സൈസ് വളരെ കുറഞ്ഞ ആറ്റമാണ്. സോ അതിനെ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷൻ എന്നൊക്കെ വിളിക്കും. സോ ഒക്റ്ററ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷൻ ഉള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ അവയുടെ ആറ്റംസ് എന്ത് ചെയ്യും? ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യപ്പെടാം. ഇനി അല്ലാത്തവ എന്താ സംഭവിക്കുക? ഈ ഒക്റ്ററ്റ് കംപ്ലീറ്റഡ് ആക്കാൻ വേണ്ടി ഐദർ ദേ മേ റിലീസ് ഇലക്ട്രോൺസ് ഓർ ദേ ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അവിടെ ഉണ്ടാകുന്ന ഫോംസ്, ആറ്റംസ് എന്നുള്ള പേര് പിന്നെ നമ്മൾ പറയില്ല. ദേ ക്യാൻ ബി കോൾഡ് ആസ് അയോൺസ്. ഓക്കെ, അയോൺസ് എന്നായിരിക്കും പിന്നെ നമ്മൾ അവയെ വിളിക്കുക. ഓക്കെ, അയോൺസ് എന്ന് വിളിക്കുക. ഇനി ഈ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്തവ മറ്റുള്ള എലമെൻസുമായിട്ട് ഓർ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് കാണപ്പെടാം. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പിനേഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്നൊക്കെ പറയും. ഓക്കെ, കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ മോളിക്യൂൾസ്. അപ്പോൾ ഈ മോളിക്യൂൾ എന്നുള്ള ആ ഒരു ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ഹി വാസ് അവോഗാഡ്രോ. അവോഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ മോളിക്യൂൾ എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓർ അയോൺസ്. ഓക്കെ, ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ കോമ്പിനേഷൻ അവ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് എന്തായി മാറുക? മോളിക്യൂൾസ് ആയിട്ട് മാറുക. ഓക്കെ, അത് ഓർത്തിരിക്കണം, ആറ്റംസ് ഓർ അയോൺസ്. അപ്പോൾ എന്താണ് ഒരു മോളിക്യൂൾ എന്ന് ചോദിച്ചാൽ, മോളിക്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? അതിന് നമുക്കൊരു ഡെഫിനേഷൻ പറയാം. മോളിക്യൂൾസ് എന്ന് വെച്ചാൽ പറയുന്നത് ഒരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. സോ വാട്ട് ആർ മോളിക്യൂൾസ്? ദ സ്മോളസ്റ്റ് കമ്പോണൻറ്റ്സ് of matter that exhibits all the properties of matter. That matter. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് പറയുന്നൊരു സബ്സ്റ്റൻസ് എടുക്കുവാണ്. വാട്ടറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കാൻ പറ്റുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കമ്പോണൻ്റ് ഏതാണോ അതിനെ നമുക്ക് വാട്ടർ മോളിക്യൂൾ എന്ന് വിളിക്കാം. പക്ഷേ നമ്മൾ വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റംസ് കിട്ടും. അവയ്ക്കൊരിക്കലും വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോളിക്യൂൾസ് ആർ ദ ഫണ്ടമെൻ്റൽ ഓർ ബേസിക് സബ്സ്റ്റൻസസ് ഓർ ദ ഫണ്ടമെൻ്റൽ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദ മാറ്റർ.
ഒരു പർട്ടിക്കുലർ മാറ്റർ ഉണ്ടെങ്കിൽ, ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതുപോലെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് മോളിക്യൂൾ. അറ്റ് ദ സെയിം ടൈം ആറ്റം എന്ന് വെച്ചാൽ എന്താ, ഒരു മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ കമ്പോണൻ്റ് ആണ് ആറ്റം. അല്ലാതെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കാൻ കഴിയണമെന്നില്ല. ഓക്കെ, സോ വി ഷുഡ് ബി aware about the difference between atom and molecule. അപ്പോൾ ഒന്നുകൂടി പറയുവാണ്, ആറ്റം എന്ന് വെച്ചാൽ എന്താണ്? ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് an element or a matter എന്ന് നമുക്ക് പറയാം. അറ്റ് ദ സെയിം ടൈം ഈ ആറ്റംസിന് നമ്മുടെ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് ആർ ദ സബ്സ്റ്റൻസസ് the fundamental particles which can exhibit all the properties of that particular matter. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, മോളിക്യൂൾ എന്താണെന്നുള്ളതിൻ്റെ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാകാതിരിക്കാം. പക്ഷേ മോളിക്യൂൾസിനെല്ലാം ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. they may have independent existence. Atoms may not have independent existence, but molecules may have independent existence. അപ്പോൾ ആറ്റംസും മോളിക്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ് കൂടിയാണത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒന്നുകൂടി പറയാം, ആറ്റം എന്ന് വെച്ചാൽ എന്താണ്? ആറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആറ്റംസിന് എക്സിസ്റ്റൻസ് ഓഫ് ആറ്റംസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആറ്റംസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവയുമുണ്ട്, ചെയ്യാത്തവയുമുണ്ട്. ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉള്ള ആറ്റംസ് ഏതൊക്കെയാണ്? നോബിൾ ഗ്യാസുകളുടെ ആറ്റംസ് എല്ലാം ദേ ആർ ഹാവിങ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അതെന്തുകൊണ്ടാണ്? ഞാനൊരു റൂള് പറഞ്ഞിരുന്നു, ഒക്റ്ററ്റ് റൂൾ എന്ന് നമ്മൾ പറയും. അതിനെക്കുറിച്ച് നമ്മളിനി പഠിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപക്ഷെ അറിയാമായിരിക്കാം നിങ്ങൾക്ക്, അല്ലേ? വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം ഒരാറ്റത്തിന്, എങ്കിൽ മാത്രമേ അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് മേ ഫോം അയോൺസ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് നടത്തും. അപ്പോൾ മറ്റൊരാളുമായിട്ട് കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻഡ് ഫോമിലായിരിക്കും കൂടുതൽ ആറ്റംസ് കാണപ്പെടുക. അങ്ങനെ ആറ്റംസ് കമ്പൈൻഡ് ഫോമിലേക്ക് മാറുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മോളിക്യൂൾസ് എന്ന് വിളിക്കും. സോ ഒരു മോളിക്യൂളാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ. ഓക്കെ, ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് എടുത്താൽ NaCl ആണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ്, അല്ലേ? നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ചെറിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്യൂൾ തന്നെയാണ്. സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾസ് ആണ്. അതേസമയം ക്ലോറൈഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സോഡിയം ക്ലോറിനുമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദേ മേ നോട്ട് ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അവയ്ക്ക് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും പ്രോപ്പർട്ടീസ് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് മോളിക്യൂൾ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ മോളിക്യൂൾസിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അറ്റോമിസിറ്റി എന്ന് പറയുന്ന ടേം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണെന്നുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫർ, അദ്ദേഹമായിരുന്നു ആരാ? ഡെമോക്രിറ്റസ്, അല്ലേ? ആറ്റം എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്, അല്ലേ? പിന്നീട് നമ്മൾ അതിനിടയ്ക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ കേട്ടു. ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ്. അപ്പോൾ ഇങ്ങനെ ലോസ് കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. പിന്നെ എന്താണ് ആറ്റം, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്തൊക്കെയാണ്, ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇനി ബാക്കി നമ്മൾ മോളിക്യൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, ക്ലാസ് കണ്ടതിന് ശേഷം ടെക്സ്റ്റ് വായിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്നായിട്ടെല്ലാം മനസ്സിലായി എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.